നമ്മുടെ SLC ഫിസിക്സിൽ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻ എ ഹൗസ് 5 CF lamp each of 20 watt works for 4 hours. 4 fans each of 60 watt works for 5 hours and a TV of 100 watt works for 4 hours in a day. What will be the daily consumption shown by the watt hour meter? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ നിരന്തരമായിട്ട് SLC ഫിസിക്സ് എക്സാമിന് കണ്ടുവരാറുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനെ ഇതുപോലൊരു ടേബിൾ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സിമ്പിൾ ആക്കാനും ആൻസർ എഴുതുമ്പോൾ തെറ്റാതിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ളത് 5 CF ലാമ്പുകളും അതിന്റെ പവർ 20 വോൾട്ടും അത് 4 മണിക്കൂർ പ്രവർത്തിക്കുന്നു ഒരു ദിവസം. അതാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. അതുപോലെ 4 ഫാനുകൾ 60 വോൾട്ട് 5 മണിക്കൂർ പ്രവർത്തിക്കുന്നു. ഒരു TV 100 വാട്ട് 4 മണിക്കൂർ പ്രവർത്തിക്കുന്നു. ഇതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ KWH. അതായത് ഒരു ദിവസം ഒരു ഉപകരണം പ്രവർത്തിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന എനർജി, അതായത് ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് അതിന്റെ പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഇത് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനർജി ഇൻ KWH, എനർജി ഇൻ കിലോ വാട്ട് അവർ ഈക്വൽ ടു, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഇക്വേഷൻ വെച്ച് നോക്കാം. അതായത് നമ്മുടെ CF ലാമ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം, അതിന്റെ പവർ 20 വോട്ട് ആണ്. അത് എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു? 4 മണിക്കൂർ പ്രവർത്തിക്കുന്നു ഡിവൈഡഡ് ബൈ 1000. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന് എത്ര നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്? 5 CF ലാമ്പുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തുകൂടെ ചെയ്യണം? അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകൂടെ ചെയ്യാം. ഇനി നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് പോകാം. അടുത്ത ഉപകരണം ഫാൻ ആണ്. അതിന്റെ പവർ 60 വോട്ട് ആണ്. അത് പ്രവർത്തിക്കുന്ന സമയം 5 മണിക്കൂറാണ് ഡിവൈഡഡ് ബൈ 1000. ഇത്തരത്തിലുള്ള 4 ഫാനുകളുണ്ട്. അതുകൊണ്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്തതായിട്ട് TV ആണ്. അതിന്റെ പവർ 100 വോട്ട്. അത് പ്രവർത്തിക്കുന്ന സമയം 4 മണിക്കൂറാണ് ഡിവൈഡഡ് ബൈ 1000. TV ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ കാൽക്കുലേഷൻ ആണ്. ഈ ഓരോ സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 20 × 4 18 ഡിവൈഡഡ് ബൈ, ഇവിടെ 20 × 4 80 ഡിവൈഡഡ് ബൈ 1000. അതിനൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അതുപോലെ 60 × 5 300 ഡിവൈഡഡ് ബൈ 1000. അതിനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഇവിടെ 400 ഡിവൈഡഡ് ബൈ 1000. ഇനി ഇതിനെ ഒന്നുകൂടെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന സമയത്ത് 5 × 8 40 400 0 കഴിഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 4 × 3 12 2 0 ഡയറക്റ്റ് ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 400 ഡിവൈഡഡ് ബൈ 1000. ഇനി ഇതിനെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 400 പ്ലസ് 1200 1600 പ്ലസ് 400 2000. അതായത് 2000 ഡിവൈഡഡ് ബൈ 1000. നമുക്ക് കിട്ടുന്നത് 2 യൂണിറ്റ് എനർജി. 2 യൂണിറ്റ് എനർജിയാണ് ഇതിന്റെ ആൻസർ. ഇനി അഥവാ നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിത് ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ ആണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തത്. അഥവാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ദിവസം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസ കണക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് അതിനെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ആൻസറിനെ 15 ദിവസമാണെങ്കിൽ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് 15 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 30 യൂണിറ്റ് കിട്ടും. ഇനി അഥവാ 30 ഡേയ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ 2നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 60 യൂണിറ്റ് കിട്ടും. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.